ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബി സൊല്യൂഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഫോണിൽ വന്ന് നോക്കുന്ന സമയത്ത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നു. അതായത് നമ്മുടെ ഫോണിലെ ഉള്ള പല കാര്യങ്ങളും, അതായത് ജിമെയിൽ, ഗൂഗിൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്ന് കിടക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായി ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾ ഓൺ ചെയ്യേണ്ടത് ഓണും ഓഫ് ചെയ്യേണ്ടത് ഓഫും ചെയ്ത് വെച്ചേക്കും. ഒരു 3-4 സെറ്റിംഗ്സുകളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സേഫ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോൺ ഇപ്പം സേഫ് ആണെന്നുള്ളത്. ഇത് മുഴുവൻ ചെയ്യുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. കാരണം പലരുടെയും അക്കൗണ്ടുകൾ ഇതേപോലെ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ നമുക്ക് ഈ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും നമുക്ക് പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റീസ് നമുക്ക് കാണിച്ചിരുന്നത് നമ്മുടെ ഫോണിലുള്ള പലതരം ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ ജിമെയിൽ, ഗൂഗിൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. പലരുടെയും ഈ അക്കൗണ്ടുകൾ ഇതേമാതിരി ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി ഞാൻ പറയുന്ന പോലെ ചെയ്യുക. നിങ്ങൾ ആ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ താഴെ കാണാൻ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ ജിമെയിൽ ഐ ഡിയുടെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഏത് അക്കൗണ്ട് ആണോ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷനിലേക്കാണ് നമുക്ക് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡോണ്ട് ഗെറ്റ് ലോക്ക്ഡ് ഔട്ട് ഓഫ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന കറണ്ട്. ഇത് ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് വന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിവിടെ കുറച്ച് നീക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആ സെക്യൂരിറ്റിയിൽ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക, ഇതേപോലെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നോക്കുക. യു ഹാവ് സെക്യൂരിറ്റി ടിപ്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ആയി കഴിഞ്ഞാൽ എങ്ങനെയാ വരിക എന്നുള്ളത് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക, അത് നിങ്ങൾ എനേബിൾ ആണോ കിടന്നത്. ചിലതൊക്കെ ഡിസേബിൾ ആയി കിടക്കുന്നുണ്ട്, പണ്ട് ചെയ്തൊക്കെ ആയിരിക്കും. നമ്മളൊന്ന് എനേബിൾ ചെയ്ത കാര്യങ്ങൾ നോക്കുക, എനേബിൾ ആണോ എന്നുള്ളത്. അതിന് മുൻപായിട്ട് നമ്മളിവിടെ പറയുന്നത് നമ്മളിവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടി പലരും ഫോൺ നമ്പർ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ എന്താണ് ആഡ് എ ഫോൺ നമ്പർ, ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് ടേൺ ഓൺ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്തിനാണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി കൂടി നമുക്ക് ഇതിന് കൊടുക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പാസ്വേഡ് കൊടുത്ത് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലെ തന്നെ ഒരു അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം. നിർബന്ധമായും ചെയ്തു വെക്കേണ്ട കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മളിവിടെ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കുക. നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യം വെച്ച് നമ്മുടെ ഫോൺ ഹാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് ഇവിടെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് പറയുന്നുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ്. ഇത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഓരോ വെബ്സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഹാക്ക് ആയി പോകുന്നതിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഇവിടെ നമുക്ക് ടേൺ ഓഫ് എന്നുള്ള ഒരു തൊട്ടപ്പുറത്ത് കീപ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഓൺ ആയി. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ഞാൻ നെറ്റ് ലാസ്റ്റ് കാണിച്ചിരുന്നത് പറഞ്ഞ കാര്യം കണ്ടില്ലേ. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ അക്കൗണ്ട് നിൽക്കേണ്ടത്. അതായത് യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ്. ഈ രീതിയിൽ വരണം. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ഇതുപോലെ ഒന്നും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കാൻ മറന്നു പോകരുത്.